You are the rain, you are the sky. Your yellow rays and burning fire. Your every song, it fills my mind. You're a temple full of holy wine. I'm gonna love you till the well runs dry. I'm gonna give you all I have inside. All my days for all of time. I'm gonna love you till the well runs dry. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശഭൂമിയിൽ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ സർവശക്തനും സർവാധിപനും ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്നവനുമായ സ്വർഗീയ ദൈവമേ, പ്രഭാത സമയത്ത് ഞങ്ങൾ അടിയങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ മകളുടെ വിവാഹത്തിന് ഞങ്ങൾ ഒരുങ്ങി യാത്രയാകുന്നു. ഈ മകൾക്ക് അനുയോജ്യമായ വിവാഹാലോചന ഞങ്ങൾക്ക് ലഭിച്ചു. അതിൻ്റെ പ്രാഥമിക ആലോചനകളിലൊക്കെ കൂടെ ഇരുന്ന് വഴി നടത്തി ഈ ദിവസം വരെ അനുഗ്രഹിച്ച് കവയ്ക്കാട്ട് സ്തുതിക്കുന്നു. ഇന്ന് പരിശുദ്ധ വിവാഹോദാശിക്ക് വേണ്ടി ഒരുങ്ങി യാത്രയാകുമ്പോൾ ഞങ്ങളുടെ യാത്രയിൽ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ നീ കൂടെ ഇരിക്കണമേ. വിവാഹോദാശയ്ക്ക് അനുഗ്രഹകരമായി തീരുവാൻ ഇടയാക്കണമേ. ഈ മകളെ അവൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനെ ദിവസങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ തൊക്കവണ്ണം ഭാര്യ ഭർത്താക്കന്മാരെ ആയി അവരെ ആക്കി തീർക്കണമേ. സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും നാളുകൾ അവർക്ക് നൽകണമേ. പൂർവ്വ പിതാക്കന്മാർക്ക് കൊടുത്ത ദൈവിക അനുഗ്രഹം നിന്റെ മക്കൾക്ക് കൊടുക്കണമേ. ക്രിസ്തുവിനെ നായകനാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കുന്ന മാതൃകാപരമായ ഉത്തമ കുടുംബജീവിതം നയിപ്പാൻ നിന്റെ മക്കളെ പ്രാപ്തരാക്കണമേ. ഇന്നത്തെ യാത്രയിലൊക്കെ കൂടെ ഇരിക്കണമേ. മറ്റ് സൽക്കാര കാര്യങ്ങളൊക്കെ ക്രമീകൃതമായി നടക്കുവാനിടയാക്കണമേ. മടക്കയാത്രയിലും കൂടെ ഇരിക്കണമേ. കാലാവസ്ഥയും പ്രകൃതിയൊക്കെ അനുകൂലമാക്കി തന്ന് സഹായിക്കണമേ. ഈ മകളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമാകുന്നല്ലോ. അതുപോലെ മകൻ്റെയും മാതാപിതാക്കളെയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങളും സ്നേഹത്തിലും സന്തോഷത്തിലുമായി തീരുവാൻ തൊക്കണം ഇടയാക്കണം. ഈ ഭവനത്ത് വാങ്ങിപ്പോയവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവരുടെ അനുഗ്രഹം മധ്യസ്ഥത ഒക്കെ ഞങ്ങൾക്ക് ഈ ഭവനത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കണം. എല്ലാ നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായി എന്നും എന്നേക്കും സ്തുതിച്ച് പൊഴുത്താനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവാസം ഞങ്ങളെല്ലാവരുടെ മേലും ശിഷ്യായ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി യാത്രയാകുന്ന മകൾക്ക് മേലും അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന മകൻ്റെ പേരോട് കുടുംബജീവിതത്തിന്മേൽ എപ്പോഴും took time to see the sun, crossing rivers as we run, chasing birds down by the lake in the mud. We would climb up in the trees, up high among the leaves. We were wild and we were free.
now we're older and we feel the world at our feet. As time turns, we drift away. Wish we were young again. We built castles in the sand, felt like emperors of the land, making walls to stop the waves from coming up. We found joy in little things, like imaginary scenes. Oh, I miss the way we were when we were young. But now we're older and we feel the world at our feet. As time turns, we drift away. And oh, how time flies, then you realize forgotten dreams got lost along the way. Wish we were young again. Wish we were young again. But there's still so much to see in this life in front of me, like pages of a book still unturned. We could sail the 7 seas, even raise a family. We could dream just like we did when we were young. 'Cause now it's Under my jacket, the cold is hell, but I'ma let you anyway. Wouldn't you say there's a light in the darkest moments? And this is the moment when I can be brave. You say you want to call a taxi, but I don't wanna go and meet up all your friends. So then you say, we'll get another pack and some coffee. I hope it doesn't ruin our first kiss. And for every song, there's a song we're not singing. For every step, there's a step we're not taking. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം തന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. എന്റെ പാവങ്ങളിൽ നിന്ന് എന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിർകളെ മായിച്ചു കളയണമേ. അപ്പോൾ ഞാൻ പഠിപ്പിക്കും.
പാപങ്ങളിലേക്ക് തിരികെയും ചെയ്യും. ദൈവത്തിന്റെ നിലനിൽക്കാനുള്ള ആത്മാവാകുന്നു. ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ഐക്യമത്യം ഉണ്ടാകുകയും ചെയ്യണമേ. ഓശോ വബുകുല സുബാൻ ലവൽമീ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ലുന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. അവിടെ ഇവിടെ പാർക്കുകയും ഭൂമിയെ സൗഖ്യവാദിക്കുകയും ചെയ്ത് താൻ തന്നെ ഒന്നായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന്
അവളെ രക്ഷിച്ച് സർവ്വമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സർവവംശങ്ങളെയും ക്ഷണിച്ച രംഗത്ത് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോചനവാഴിന്റെ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും അടികളുടെ ആയുസിന്റെ വസ്തുക്കളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുമാന്യവുമോ സ്വതഹായ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അധീനനായിരിക്കുന്നവനും സദാനന്ദ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹമായ ദൈവം തമ്പുരാനേ, നീ അനശ്വരമായ വെളിപ്പുള്ള പൂർവ്വനും അനാദ്യന്തമായ എല്ലാവിധ രക്ഷകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹം നൽകുകയും പരിമളവാസന കൊണ്ട് ദയോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യം കൊണ്ട് കൊടുവരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവെന്നും അതിന് വാനിശ്ചയം നടത്തി അതിനെ നിനക്ക് വലുതാക്കി തീർക്കുകയും ശത്രുവിന്റെ നിലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ശരീരരക്തികളതിനെ മോചനമായി പിടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അങ്ങ് നൽകിയ നഗരത്താൽ നിന്റെ കൂടെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീഹന്മാർ മൂലം ക്രമമായ നീ പുനർന്ന് നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദവും മോചനങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവങ്ങളാൽ ഈ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സൽമാനിന്റെയൊന്നും മ്ലേച്ഛതകളാതിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിനും പരത്തിനും അഭംഗമായ ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിലൂടെ ആവിഷ്കാരം മുഴുവൻ വിവിധ തരത്തിലിവരെ അനുകരിക്കുകയും ഇവരെ എല്ലാവരും മാലാകമാരും ഇടപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ദുർഭാഗ്യസന്നദ്ധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും രാക്ഷസങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രഭാതങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വന്തമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാദങ്ങളെയും പരിശുദ്ധമായ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മാറകുമറോശോ Some
ഇല്ലാത്ത ഇരുണ്ടാകുമാറാകേണ്ടവേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിസരവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. വാർക്കുമോർ വശോ വാപൂല തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സമാധാനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ഈ മോദത്തോടെ അടുത്തേക്ക് അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാവട്ടെ. കൃപാനുഗ്രഹമായ ഈ വരക്കെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്നെ കാത്തുകയും ചെയ്യുമാറാവട്ടെ. അനുഗ്രഹപൂർണമായ വലതുകയും അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീന്മാരിൽ നടന്നതുപോലെ ഈ പരസ്പരം വാദിച്ചും കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിഭാവനയാൽ അവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹം ചെയ്ത് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർത്തിയാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്തുതി ചെയ്യുവാൻ ഇവരുടെ മക്കൾക്കും അതിനെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ഇവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും
നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, വത്സങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് വിവാഹിതരാകുന്ന മധു, അഞ്ചു, നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഈ വിവാഹ കൂടേശയ്ക്കായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം മണവാളൻ്റെ അമ്മ എൻ്റെ സഹോദരിയാണ് എന്നുള്ളതാണ്. മിൻസിബിൻ ജോസഫിൻ്റെയും മകൻ മിഥുൻ വിവാഹിതനാകുമ്പോൾ അത് വലിയ ആത്മബന്ധം പോലെയാണ്. മണവാട്ടി അഞ്ചു വേറൊരു വിധത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അഞ്ചുവിൻ്റെ കുടുംബാംഗങ്ങൾ ഞാൻ ശുശ്രൂഷ ചെയ്ത ഷിക്കാഗോയിലെ ആളുകളുണ്ട്. അവരുടെ കുടുംബം അവിടെ വന്നിട്ടുള്ളവരെയൊക്കെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ദീർഘമായി പ്രസംഗിക്കുന്നില്ല, എങ്കിലും ചില ഉപദേശങ്ങൾ നമുക്ക് നൽകുവാനായിട്ടുള്ള ഒരവസരമാണ്. ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും കുടുംബജീവിതം, ഭാര്യഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് കർത്താവും സഭയും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മോതിരം നൽകി, വിവാഹ നിശ്ചയം ഇപ്പോഴാണ് കഴിഞ്ഞത്. കർത്താവ് എങ്ങനെയാണ് സഭയെ വിവാഹം നിശ്ചയിച്ചത് എന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. തൻ്റെ ശരീരവും രക്തവും മോതിരമായിട്ട് നൽകി സഭയെ വിവാഹ നിശ്ചയം നടത്തി. സഭയെ എങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചത് എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്. അത് തൻ്റെ സ്ലീബായാൽ കുരിശു മരണത്താൽ സഭയെ രക്ഷിച്ച് വധുവാക്കി എന്ന് പറയുന്നു. ഇത് നമ്മെ മനസ്സിലാക്കുന്നത്, നമ്മെ ബോധിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതവും ഇതുപോലെ പവിത്രമാണ് എന്ന്. സഭയ്ക്ക് മറ്റൊരു ഉദാഹരണമോ മാതൃകയോ പറയുവാനായിട്ടില്ല. എങ്ങനെ കർത്താവും സഭയുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുവോ അതേ വിധത്തിലായിരിക്കണം മിഥുൻ്റെയും അഞ്ജുവിൻ്റെയും ബന്ധം എന്നുള്ളത് സഭ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത് വളരെ വിശുദ്ധമാണ്, അത് വളരെ ആഴമാണ്, പവിത്രമാണ്. ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യം പല സന്ദർഭങ്ങളിലും ഞാൻ ചെറുപ്പക്കാരോട് ചോദിച്ചിട്ടുണ്ട്. പല ഉത്തരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ചിലത് വളരെ മണ്ടൻ ഉത്തരങ്ങളാണ്, ചിലത് എനിക്ക് തന്നെ ചിരി തോന്നിയ ഉത്തരങ്ങളുണ്ട്. അതെല്ലാമൊന്നും ഞാനിവിടെ പറയുന്നില്ല. ചില ചെറുപ്പക്കാരെന്നോട് പറഞ്ഞു, വീട്ടിലെ നിർബന്ധത്തിനാണ്, അപ്പൻ്റെ അമ്മയുടെയും നിർബന്ധം കൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് എടുക്കുന്ന ഈ തീരുമാനം ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ വിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പാകെ, വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ, വിശുദ്ധ ഏവങ്കലിയോൻ്റെ മുമ്പാകെ, വിശുദ്ധ സ്ലീബായുടെ മുമ്പാകെ, ഈ ദേവാലയത്തിൽ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ സഭയുടെ മുമ്പാകെ എടുക്കുന്ന ഈ തീരുമാനം മറന്നു പോകരുത്. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാനായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് തന്നെയാണ്. മാമോദീസയിൽ ആരംഭിച്ച ഈ യാത്രയിൽ ഇന്നു മുതൽ നിങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. ഈ യാത്രയിലുടനീളം നിങ്ങളോടൊപ്പം കർത്താവുണ്ട്. സഭയുടെ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് വിശുദ്ധരുടെ സംഘമുണ്ട്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുവാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, കാരണം ചുറ്റും നിൽക്കുന്നതും മുമ്പിൽ നടക്കുന്നതും കൂടെ നടക്കുന്നതും പരിശുദ്ധനായ ദൈവവും വിശുദ്ധരുടെ സംഘവുമാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയും പവിത്രതയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അശുദ്ധമായതൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്തതൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അശുദ്ധി വളരെയുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. കാരണം ഇന്ന് അശുദ്ധിയെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും നിശ്ചയിക്കുന്നത് ഓരോ വ്യക്തികളാണ്. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിൽ, വചനത്തിൻ്റെ മാനദണ്ഡത്തിൽ നിങ്ങൾ ശരി തെറ്റുകളെ ഡിഫൈൻ ചെയ്യണം. കർത്താവിൻ്റെ ടീച്ചിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശരി തെറ്റുകളെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയും,
നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ സ്പർശിക്കുന്നതും നിങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതുമൊക്കെ അനുവദനീയമായ നോംസ് അനുസരിച്ചായിരിക്കും. എന്നോട് ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഒരല്പം ആൽക്കഹോൾ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ പറയും കുഴപ്പമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ ഒരു തുള്ളി മതി സാത്താന് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനായിട്ട്, കയറാനായിട്ട്. അതുകൊണ്ട് സാത്താൻ പ്രവേശിക്കാവുന്ന എല്ലാ മാർഗങ്ങളെയും നിങ്ങൾ നിരോധിക്കണം. അത് നിങ്ങൾ കാണുന്നതായിട്ട്, കേൾക്കുന്നതായിട്ട്, കഴിക്കുന്നതായിട്ട് എന്തുമായിക്കൊള്ളണം, അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഈ വിശുദ്ധ നമ്മുടെ പ്രാർത്ഥനയിൽ അത് പല പ്രാവശ്യം നമ്മൾ പവിത്രമായ പരിശുദ്ധമായ വിവാഹത്തിൻ്റെ മാർഗത്തെ വഷളാക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ ജീവിച്ചില്ല എങ്കിൽ അടിപ്പെട്ടു പോകും, തകർന്നു പോകും. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിൻ്റെ കൈ പിടിച്ച് വിശുദ്ധരുടെ സംഘത്തോട് ചേർന്ന് നിങ്ങൾ യാത്ര ചെയ്ത് നിത്യജീവനിലെത്താം. മാരേജ് ഷുഡ് കണ്ടിന്യൂ. അത് മാർഗമാണ്, അതാണ് പാത്ത്. അത് നിങ്ങൾ വിശുദ്ധിയോടെ സ്ഥിരതയോടെ ഓടുവാനായിട്ട് ഇടയാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ലതുപോലെ. നിങ്ങളുടെ കുടുംബം ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയുടെ മധ്യത്തിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അഞ്ജു ഷിക്കാഗോയിലാണ്. ഉടനെ തന്നെ പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 സ്ഥലങ്ങളിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടക്കും. പ്രാർത്ഥന ഒരിക്കലും മുടക്കാനായിട്ട് പാടില്ല. വിശുദ്ധ കുർബാനയിലുള്ള സംബന്ധം നിർത്തുവാനായിട്ട് പാടില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിൽക്കുവാനായിട്ട് സാധിക്കൂ, നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കൂ. നിങ്ങൾ ലോകപ്രകാരം എന്ത് സമ്പാദിച്ചാലും സമാധാനം നൽകുന്ന ദൈവവും സ്നേഹവാനായ ദൈവവും നിങ്ങളുടെ ജീവിതത്തിലില്ല എങ്കിൽ നിങ്ങൾക്കിത് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം കർത്താവോട് ചേർന്നുള്ള ജീവിതമാണ്. അതിനൊരു കോംപ്രമൈസും ഉണ്ടാകരുത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ കുടുംബ ബന്ധത്തിലാണ് വന്നത്. കുടുംബാംഗങ്ങൾ ധാരാളം പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും ആശംസകളും നിങ്ങളെ അർപ്പിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ സഹോദരൻ മില്ലൻ്റെ ബർത്ത്ഡേ കൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അതിനും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിർവഹിക്കുകയാണ്. അതുകൊണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കുവാനും ഇനി മുതലിടയാകട്ടെ. ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ചും ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ കുറേ ആളുകൾ 2 പേരെങ്കിലും പുസ്തകമൊക്കെ നിന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കേൾക്കാമെന്നവരോട് അങ്ങനെ ആകാമെന്ന് ഞാൻ പറയും. ഭക്ഷണശാലയിലെ ആളിനെ പോയി നോക്കിയാൽ അറിയാം എത്ര പേര് വരുമെന്നുള്ളത്. പക്ഷേ എന്തായാലും പള്ളിയിൽ വളരെ കുറച്ച് ആളുകളെ വന്നവർ പ്രാർത്ഥിക്കാനാണ് വന്നത്. നിങ്ങൾ മനമുരുകി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങണം. ഈ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കണം. ഒരു സാക്ഷ്യമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. എന്ത് മനോഹരമായിട്ടാണ് കൊയർ പാടുന്നത്. നല്ല സന്തോഷം. അവരോട് ചേർന്ന് പാടുവാനും ഒക്കെ നമുക്കിടയാകണം. കാഴ്ചക്കാരല്ല. ശുശ്രൂഷയുടെ 2ാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. കിരീടം പാടി ശുശ്രൂഷ. പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസനെ നന്മകളെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കി നിന്റെ ദാനങ്ങളാൽ സന്തോഷിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്ന് ആനന്ദം കൊണ്ടുവരെ
പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ആർക്കുമോ ഹോശോ അബുഗുലിസ്ബാലമേ. പരിശോധിക്കുവാനോ ആരാധിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളവരും അധികാരികളുടെ കിരീടം തന്നാൽ അടിക്കപ്പെടുന്നതെല്ലാം അടിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന ആളുകളും ബന്ധിതമായി ഇരിക്കുന്നവരും തന്റെ ലോകത്തിന്റെ ഓർമ്മയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസന്റെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരിടുന്ന കാലങ്ങളിലും അടിയാർജോടിക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതി ബഹുമാനവും ആരാധനയും വാങ്ങുന്നു. ബഹുലന്യാവോ തന്റെ ശ്രേഷ്ഠതകൾ പരിശ്രമിച്ച് തന്റെ ചെയ്യുന്ന അവരുടെ നിധിപോയ നിസാരന്മാരായ നിങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും മണ്ണിലുമായ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൃപാദാനങ്ങളിലേക്ക് എടുത്തുകൊണ്ടവരാകുന്നു. ശിക്ഷാന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിനെതിരെ വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് സന്നിധരായി നിന്റെ കരുണയുടെ തടലിലും ദൈവത്തിന്റെ നാളിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെ അനുഗ്രഹിക്കുവാനാണമേ. സകല പ്രവർത്തനങ്ങളിലും ഉത്തമരായിരിക്കാൻ വേണം ഇവരുടെ സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കുകയാണമേ. നിന്റെ സത്യത്തിൽ തന്നെ ധരിക്കുവാൻ വേണം നിന്റെ ന്യായപ്രമാണമാർഗത്തിനെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നൽകുവാനാകണമേ. ആത്മീയ നന്മകളിൽ താൽപര്യം ആത്മചൈതന്യങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി ചെയ്യുവാൻ ഇവർക്ക് ണമേ.
നിന്റെ പരിശുദ്ധ ഭാഗത്ത് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചിട്ടുള്ളേ. ഞങ്ങളെ നിന്റെ ആത്മീയത്തിൽ തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരൻ നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആദരത്തിലും തീക്ഷണയുള്ളവരുമായ വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസനെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേൽ വസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിക്കും. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം കർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സർവമശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. അവർ സഭയെ വിശദീകരിക്കേണ്ടതിന് ജലം കൊണ്ട് മെഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി പിതാവിനെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കടങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാപ്രസംഗത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന ജീവൻ മോചനമാം ദൈവം നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു ഗലീലായിൽ യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ ഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷന്മാരെടുത്തിരുന്നു. ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിൽ ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകും. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരതിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ അങ്ങനെയാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം ബ്രഹ്മചര്യം സ്വീകരിച്ചിട്ടുള്ളവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടം ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. Bye.
മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. കർത്താവിനെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. വാനിനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. വാനിനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. നീതി കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങൾ കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. നമ്മെ രക്ഷിക്കണമേ.
മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈവന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബിലും യാക്കോബും സന്തോഷിക്കുന്നതാരും നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറവേതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഭൂമിയെ ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാതിരിക്കുകയും ചെയ്തതിലൂടെ നിങ്ങളിലും ഈ വന്ധ്യപിതാവിന്റെ കീഴിലാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് എല്ലാ ജാതികളും സന്തോഷിച്ച് മാത്രം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വത സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗങ്ങളെ പോലെ യഥാർത്ഥ നിങ്ങളും സ്വർഗരാജ്യാവകാശങ്ങളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൊട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി കരയട്ടെ.
സത്യത്തിലും നീതിയിലും സത്പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണം എന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്ക് ഇപ്പോൾ നിങ്ങൾ ദിവസമെത്തിക്കുന്നു. നമ്മുടെ കർത്താവേ ശിശുക്കളുടെ സിംഹാസനമായ ജീവമേശയുടെയും വിശുദ്ധ സ്ലീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധനിയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാണ്. കർത്താവേ ശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കും. പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ തീർക്കുമാറാകണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആത്മാക്കളോടും വിവാഹകൂതാശയോടും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മണവാളോടും മണവാട്ടിയോടും ഇരു കുടുംബങ്ങളോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഗ്രഹപരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കുടുംബം കൂടി ഭൂമിയിൽ പിറവിയെടുത്തിരിക്കുകയാണ്. ഈ വിശുദ്ധ വിവാഹ കൂതാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത് തുമ്പോൺ ഭദ്രാസനാധിപൻ അഭിനയ എബ്രഹാം മാർ സറാഫിൻ തിരുമേനിയാണ്. വരൻ്റെ ബന്ധുകൂടിയാണ് അഭിനയ തിരുമേനി. തിരുമേനിയോടുള്ള നന്ദിയും ആദരവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഇടവകൾക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. സഹകാർമ്മികത്വം വഹിച്ച ഏറ്റവും ആദരണീയനായിരിക്കുന്ന മാത്യു തോമസ് കോർപ്പിസ്കോപ്പാച്ചനോടും സാന്നിധ്യം കൊണ്ട് ഈ വിശുദ്ധ വിവാഹ കൂതാശയെ അനുഗ്രഹിച്ച ഏറ്റവും ആദരണീയനായിരിക്കുന്ന KG ചെറിയനച്ഛനോടും മാത്യു വർഗീസ് കോർപ്പിസ്കോപ്പാച്ചനോടും വിൽസൺ ശങ്കരത്തിലച്ഛനോടും തോമസ് ജോസഫ് അച്ഛനോടും ബിനു അച്ഛനോടും ഷെറിൻ അച്ഛനോടും കുടുംബാംഗിയായിരിക്കുന്ന ജിബു അച്ഛനോടും ബഹുമാനപ്പെട്ട ഷമ്മാഷിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇടവകയുടെ പ്രധാന ശുശ്രൂഷൻ പ്രിയപ്പെട്ട ജിജുവിനോടും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കൊയറിനോടും ഫോട്ടോഗ്രാഫേഴ്സിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് അനുഗ്രഹപ്രദമായ ഈ വിശുദ്ധ കൂതാശയെ ഏറ്റവും ഭക്തിപൂർവ്വം സമർപ്പിച്ച എല്ലാ വിശ്വാസികളോടും Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through.
close to you. And they say, hold on to this time we have, and let the light shine through. മിഥുന് കാളിയാക്കൽ വില്ലുവീട്ടിൽ കുടുംബയോഗത്തിലെ പ്രമുഖ ശാഖയായ പുത്തമ്പരക്കൽ ശാഖയിലെ ഒരു കുടുംബാംഗമാണ്. അവർ വിവാഹത്തോടുകൂടി മഞ്ജുവും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ മഞ്ജുവിനെ ഞങ്ങൾ വളരെ സസന്തോഷം ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ സ്നേഹോപഹാരം കൊടുത്തുകൊള്ളു. എല്ലാം സ്നേഹവും പിന്തുണയുമാണല്ലോ ഇന്നത്തെ ഈ നിമിഷം സാധ്യമായത്. നമ്മുടെ വരൻ പുത്തൻപുരയ്ക്കൽ IT കരോഡ് മിഥുൻ ജോർജ് ജോസഫ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ടീം ലീഡറാണ്. പിതാവ് മിസ്റ്റർ ജോസഫ് വർഗീസ് തങ്കച്ചാൻ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. മാതാവ് മിസ്സസ് ഏലിയാമ്മ ജോസഫ് മിൻസി ഹോം മേക്കർ.
air turn as you breathe. Yellow morning feeling up your eyes, waking up the life in me. You set my soul on fire, you pull my heartbeat toward the sun. You give me new eyes open, you call my heartbeat into love. There's a quiet moving in your wings, it's a peace I've never known. Build my anchor, throw it in your wings, slow it down and call you home. You set my soul on fire, you pull my heartbeat towards the sun. You give me new eyes open, you call my heartbeat into love. ഈ മുല്ലക്കൊമ്പേലായി നീയും കൂടാമോ ഈ മുല്ലക്കൊമ്പേലായി നീയും കൂടാമോ കണ്ണിക്കൂടേ ഉവന്തിനെ പാടാൻ നീയും കൂടാമോ They wonder
सितारे ये चांद संखड़ा क्या कहना उसका अपनी दावत में कैसे वो शाही टुकड़ा उसके जैसी न कोई नाज़नीं शाही जोड़ा पहन के आई जो बन के वही तो मेरी स्वीट हार्ट che portagliano amici di beautiful day the air turn as you breathe. Yellow morning feeling up your eyes, waking up the life in me. You set my soul on fire, you pulled my heartbeat toward the sun. Eyes open, you call my heartbeat into love. There's a quiet moving in your wings. It's a peace I've never known. Build my anchor, throw it in your wings,
down and call you home. You set my soul on fire, you pull my heartbeat towards the sun. You give me new eyes open, you call my heartbeat into love. Up at the stars, give it up and go home. Dream about your life in a car on the way to a place you don't know. Your heart is unmanned, free in the most captivating sense. We'll never grow old again. We will never grow old again. Could you show me how to lose myself in the hope that I know you will be here tomorrow? Give me all that you have left. Could we stay? Could we stay? We believe in the trees, but they're not as tall as they used to be. You and I were never this simple till we became the least. Could you show me how to lose myself in the hope that I know you will be here tomorrow? Give me all that you have left. Could we stay? Could we stay? Just show me how to lose myself in the hope that I know you will be here tomorrow. Give me all that you have left. Could we stay? Could we stay? I see forever when I look in your eyes. A love that is deeper than the blue in the sky.
typhoon, I'm just a flame, smoky by nature, charmingly sane. See golden empires, queens burning sage, boys with their desires, hearts in a cage. Please don't be in love with someone else. Please don't be in love with someone, love with someone else. Bury the answers, burn all the proof. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഈ പാൽക്കാലം കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹമായിട്ട് ഞങ്ങൾ ഒന്നിച്ചുകൂടി കർത്താവേ, ഈ പാൽക്കാലം വ്യാപിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഇരുപവനങ്ങളും ഒന്നായി തീരുന്ന ഈ ദിവസത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, കർത്താവേ പ്രഭാതം മുതൽ ഈ നേരം വരെ വ്യാപിച്ചതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, തുടർന്നുള്ള അവരുടെ ഭാവി ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവേ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആലോചന അനുഭവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗമനത്തെ ആഗമനത്തെ പരിപാലിക്കുന്ന ദൈവത്തോട് ചേർന്ന് കർത്താവെ ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണേ. മുപ്പതിച്ചേരുടെ അറ്റുപോകാതെ സൂക്ഷിക്കുന്ന ദൈവത്തോട് ചേർന്ന് അവരുടെ കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുമ്പോൾ കർത്താവെ ആയുസിന് അന്ത്യം വരെയും കർത്താവെ അത് ഒന്നിച്ച് ചെയ്യും കർത്താവെ ദൈവത്തോട് ചേർന്നായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ കർത്താവെ പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ, കർത്താവെ സന്തോഷമേ, കർത്താവെ സമ്പത്തെ, കർത്താവ് എന്ത് അവസ്ഥയും കടന്നു വന്നാലും കർത്താവ് അതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചാണ് ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കർത്താവ് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് ഒന്നായി തീരുന്ന അനുഭവം മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുമ്പോൾ കർത്താവ് രണ്ട് കുടുംബങ്ങളുമായിട്ടുള്ള സന്തോഷവും സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് കർത്താവ് ഇരു കുടുംബങ്ങളും മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാൽക്കാലം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ, ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ, കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ കർത്താവെ, ആലയത്തിനുള്ളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ, ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുത്രന്മാരെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, ഈ പാൽക്കാലത്ത് തന്ന എല്ലാ നല്ല സന്തോഷ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ, ആഴ്ച അന്ത്യം വരെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ചാർച്ചക്കാരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വഴിയാത്രകളിൽ എല്ലാവരെയും കൂടി ഇവിടെയായി സ്തോത്രം ചെയ്ത് കർത്താവെ, മടക്കി യാത്രയിൽ കൂടിയിരിക്കണം കർത്താവെ, സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരു ഭവനങ്ങളും ഒന്നായി തീർന്നത് കർത്താവെ അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സന്തോഷമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ കർത്താവെ ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം, അവരുടെ കർത്താവെ പോക്കിലും വരവിലും എല്ലാം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ രണ്ടുപേരും കർത്താവെ ഒന്നിച്ചായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവരുടെ ഭാവി കാര്യങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പാൽക്കാലം കർത്താവെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, പിരിയാത്തതിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണം കർത്താവെ. ഞങ്ങളുടെ കർത്താവെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് നിലനെയും കൂടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കർത്താവെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവം സഹായിച്ചില്ല കർത്താവെ, അവർ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവകൃപ അനുഭവിക്കാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയ്ക്കായി സ്വന്തം അനുഗ്രഹിക്കണം കർത്താവെ, മിക്സിക്കായി സ്വന്തം കർത്താവെ, ആന്റിക്കായി സ്വന്തം മകളെ കുടുംബാനുഗ്രഹം അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾക്ക് നല്ല സന്തോഷത്തിലെ കൂട്ടായ്മയ്ക്കായി സ്വന്തം ചെയ്യുന്ന പോകുന്ന പിരിയാത്തതിന്റെ സാന്നിധ്യം നിറയ്ക്കണം.